friends, welcome back to Flying Frickies. It's me Reshma. So ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്ലിപ്കാർട്ടില് കഴിഞ്ഞ മന്തിൽ നടന്ന ഒരു ഹ്യൂജ് സെയിൽ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് പ്രൈസ് സെയിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പ്രോഡക്ട്സ് ഒക്കെ ലേറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് ഓരോ ടൈമിലായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ എടുത്തത്. ഇപ്പോഴും നടക്കുന്നുണ്ട് സെയിലുകള്. സോ ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ ഓർഗനൈസറും പിന്നെ നമ്മുടെ ബെഡ്റൂംസിലൊക്കെ വെക്കാൻ പറ്റിയ ഷെൽഫിലൊക്കെ ഓർഗനൈസ് ചെയ്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയാ മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം വെക്കാവുന്ന ഒരു കുട്ടി ഓർഗനൈസേഴ്സും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ടുള്ള ഓർഗനൈസറും കൂടെയാണ് മേടിച്ചിരിക്കുന്നത്. സോ 3 ഡിഫറെന്റ് ഐറ്റംസ് ആണ് മേടിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ബെഡ്റൂമിലേക്ക്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സ്പെസിഫൈ ചെയ്ത് എടുത്തതേ ഉള്ളൂ. കിച്ചണിലും ഈവൻ നമ്മുടെ ഫ്രിഡ്ജിനകത്തും വെക്കാന്നത്. ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള. സോ ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് കാണിച്ച് ഓരോരോ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. ഞാനപ്പോ 1 by 1 ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്തൊക്കെയാണ് യൂസും എന്നുള്ളത്. സോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് പ്രോട്ടോണിക്കിന്റെ മൗസ് ആണ്. നമുക്ക് 2 ways യൂസ് ചെയ്യാം. ഏതർ നമുക്ക് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ USB. നമുക്ക് ഇതിനകത്ത് വരുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. നമുക്ക് നോർമലി കിട്ടുന്നത് യൂസ് ആൻഡ് ത്രോ ബാറ്ററീസിന്റേതാണ്. പക്ഷെ ഇതിനകത്ത് വരുന്നത് നമുക്ക് റീചാർജബിൾ ആണ്. അപ്പൊ നമുക്ക് എവിടെ പോകുമ്പോഴും USB ഇല്ലാതും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് 2 സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം, 2 ഡിവൈസിലും കണക്ട് ചെയ്യാം. അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററി വന്ന് നമുക്ക് നോർമലി ചാർജ് ചെയ്യുന്ന പോലെ അതിന് USB വെച്ചിട്ട് ചാർജ് ചെയ്യാനാണ്. കേബിൾ ഉണ്ട്, അപ്പൊ അത് ചാർജ് ചെയ്യാനാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു മൗസ് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് മൗസ്. നല്ല ക്യൂട്ടായിട്ടിരിക്കും കാണാനായിട്ട്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയതാണ് ഞാൻ ശരിക്കും ഞാൻ ഈ ഓർഗനൈസർ കൊണ്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് ഞാനിപ്പോ ബാറ്ററി ഒന്നും എടുക്കുന്നില്ല. ഇത് ബാറ്ററി ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ടാണ്. ഞാനിപ്പോ യൂസ് ചെയ്യാത്തോണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇതാണ് വന്നിട്ട് ബാറ്ററി വന്നിട്ട് റീചാർജബിള്. ഇതിനകത്ത് പിന്നെ സോറി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് സിസ്റ്റത്തിൽ കുത്താണ്. അപ്പൊ 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിരിക്കും ഇതല്ലാതെ യൂസ് ചെയ്യാൻ. ഇത് ഒരു 7 days വരെ ഇതിന്റെ ചാർജ് നിൽക്കുന്നതാണ്. ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് കൊണ്ടുവന്ന് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. സോ എനിക്കിത് ഓഫർ പ്രൈസ് 469 ആണ് കിട്ടിയത്. ഇതിന്റെ MRP ശരിക്കും വന്നിട്ട് 1699 ആണ് വരുന്നത്. ഇതിന്റെ കേബിൾ കൂടി ഞാൻ കാണിച്ചത്, ഒരു കുട്ടിക്ക് കേബിളും കൂടി വരുന്നുണ്ട്. ഇതാണ് കേബിൾ വന്നിട്ട് സാധാരണ നമ്മുടെ നോർമൽ കേബിൾ തന്നെയാണ്. സോ നമുക്ക് ഇത് തന്നെ സിസ്റ്റത്തിലും കുത്തിയിട്ട് ചാർജ് ചെയ്യാനാണ് നമുക്ക്. ഇതിൽ പിന്നെ ഓണും ഓഫും ഉള്ള ഒരു ബട്ടണും കൂടി ഉണ്ട്. സോ ഇതാണ് എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട്. സോ എന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബാസ്ക്കറ്റ് ആണ്. ഇതെല്ലാം കംപ്ലീറ്റും പ്ലാസ്റ്റിക്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത്. ഇത് വന്നിട്ട് 142 ആയിരുന്നു ഇതിന്റെ റേറ്റ്. എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയാണ്. ഇത് 50 mm ആണ് സൈസ് വരുന്നത്. ഇതാണ് സൈസ്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇത് നമുക്ക് ഈവൻ ഫ്രിഡ്ജിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഷെൽഫിലും കിച്ചണിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസർ മേടിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് 799 ആണ് വരുന്നത്. സോ ഇപ്പോഴും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നല്ല ഹ്യൂജ് സെയിൽ കിടക്കുന്നുണ്ട്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇത് മേടിക്കണം. ഇതും വന്നിട്ട് മറ്റൊരു പ്ലാസ്റ്റിക്കിന്റെ തന്നെയാണ്. ഇതും വന്നിട്ട് 6 എണ്ണമാണ് സെറ്റ് വരുന്നത്. എനിക്ക് അതിനകത്ത് വേറൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയപ്പം 3 ഈച്ച് കളറാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു 70 mm ആണ് വരുന്നത്. ഇതിന്റെ സൈസ് മുമ്പ് കാണിച്ചതിനെക്കാട്ട് കുറച്ചുകൂടി വലിയ ടൈപ്പ് ആണ് വരുന്നത്. രണ്ടിനും തമ്മിൽ നല്ല കട്ടിക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പം തോന്നുന്നിരിക്കില്ല, ബട്ട് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അത് കുറച്ച് കട്ടി തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി കുറച്ചുകൂടി കട്ടി കൂടുതലാണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 299 എനിക്ക് കിട്ടിയ പ്രൈസ് വന്നിട്ട് 129 ആണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് 70 mm ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഷെൽഫിനായാലും വെക്കാനായിട്ട് നമ്മൾ സൈസ് നോക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൈസും കൂടി പറയുന്നത്. അതിനകത്ത് വേറെ ഡിഫറെന്റ് സൈസുകൾ വരുന്ന ചൂസിങ്സും വരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ സൈസും എടുത്ത് പറയുന്നത്. ഇത് മറ്റൊരു ഓർഗനൈസർ. ഈ ബാസ്ക്കറ്റ് വന്നിട്ട് വിത്തൗട്ട് ലിഡ് ആണ് മേടിച്ചിരിക്കുന്നത്. അത് 3 എണ്ണമാണ് സെറ്റ് വരുന്നത്. സോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 999 ആണ്. എനിക്ക് 190 ഓഫർ പ്രൈസിൽ കിട്ടിയത്.
പിന്നെ വരുന്നത് 100 mm ആണ് വരുന്നത്. ഇതിന് നല്ല കട്ടിയാണ്, നമുക്ക് നല്ല സ്ട്രോങ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയ ചെറിയ ക്ലോത്ത്സും അതായത് ബേബീസിന്റെ ഒക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാന്നുള്ള ടൈപ്പാണ്. അത് വിത്ത് ലിഡും ഞാൻ മേടിച്ചിട്ടുണ്ട്, വിത്തൗട്ട് ലിഡും ആണ് മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിത്തൗട്ട് ലിഡാണ് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ അടുത്ത് കാണിക്കാം. ഇത് വന്നിട്ട് വിത്ത് ലിഡ് നമുക്ക് അടച്ച് വെക്കാന്നുള്ള രീതിയിലുള്ളതാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇത് 3 ഷെയ്ഡ്സിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ പ്രൈസ് വന്നിട്ട് വേരി ചെയ്യും. ഇത് വന്നിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 1099 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 210 ആണ് ഇത് കിട്ടിയത്. ഇതും ആ സെയിം തന്നെ 100 mm തന്നെയാണ് വരുന്നത്. ആകെ വ്യത്യാസം വിത്ത് ലിഡും വിത്തൗട്ട് ലിഡും മാത്രമേ ഉള്ളൂ. സെയിം ക്വാളിറ്റി എല്ലാം, പക്ഷെ നല്ലതാണ്. ഈ പറഞ്ഞത് ഇത് മീഷോയിലും ഒക്കെ കിട്ടും. മീഷോയിലെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാത്തോണ്ടാണ് ഞാനൊരു 10-20 റുപ്പീസ് വ്യത്യാസം ഉണ്ടെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തത്. സോ ഇതാണ് വന്നിട്ട് എന്റെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് കറക്റ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ മീൻസ് നമുക്ക് ഫ്രീസറിലും വെക്കാം, ഫ്രിഡ്ജിലും വെക്കാം. ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് ഫിഷോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. ഇത് വിത്ത് ലിഡ് ആണ് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 499 ആണ്. എനിക്ക് കിട്ടിയത് 215 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് വന്നിട്ട് 4 സെറ്റിനാണ് എനിക്ക് കിട്ടിയത്. 4 പീസ് ഉണ്ടായിരുന്നു. ഇതേപോലൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് നമുക്ക്. അതായത് ഈവൻ നമുക്ക് വെജിറ്റബിൾസോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പം താഴെ പോയിട്ട് വേപ്പർ ഒന്നും തട്ടിയിരിക്കില്ല. അതായത് വെള്ളമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഈർപ്പം വന്നിരുന്നിട്ട് വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ കേട് വരുമല്ലോ. അപ്പൊ അത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇങ്ങനത്തെ ഇത് കൊടുത്തിരിക്കുന്നത്, ഈ പീസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു യൂസബിൾ കാര്യമാണിത്. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ പ്ലാസ്റ്റിക്കിലോ അങ്ങനത്തെ സാധനത്തിലൊന്നും നമുക്കൊന്നും വെക്കേണ്ടി വരില്ല. ഇതിനകത്താകുമ്പോൾ സേഫ് ആയിട്ട് വെച്ച് കുറച്ച് ഇരുന്നോളും ഇങ്ങനത്തെ കണ്ടെയ്നർ ആകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വന്നിട്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന്റെ സൈസ് വന്നിട്ട് 100 mm ആണ്. ഇതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചോണ്ടാണ് മിക്കതും 100 mm മേടിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്റെ കിളിക്കുട്ടന്മാര് എണ്ണിച്ചിട്ടുണ്ട് ഒച്ചപ്പാട് വെക്കാൻ. ഞാൻ ഇവിടെ യൂട്യൂബ് ചെയ്യുന്നത് കേൾക്കുമ്പോ തന്നെ അവന്മാരവിടെ സോങ് തുടങ്ങും. ഇതാണ് നമ്മുടെ അടുത്ത ഇത് വന്നിട്ട്. സോ ഇത് ഈ കണ്ടെയ്നേഴ്സ് വന്നിട്ട് 6 പീസ് ഉണ്ട് എന്റെ കയ്യില്. വിത്ത് ലിഡ് ആണ് വരുന്നത്. ഇത് നമ്മുടെ റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനത്തെയാണ്. ഇതിന്റെ സ്റ്റോറേജ് വന്നിട്ട് 1800 ml ആണ് വരുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 1499 ആണ്. സോ എനിക്ക് ഇത് കിട്ടിയ പ്രൈസിന് വന്നിട്ട് 280 കിട്ടിയേക്കുന്നത്. ഇതും നല്ല കട്ടിയുള്ള കണ്ടെയ്നർ ആണ്. ഐ തിങ്ക് എല്ലാവർക്കും കാണാൻ തോന്നുന്നു. ഇതാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാതും ഇട്ട് വെക്കാം. ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ ചില്ലീസും അങ്ങനത്തെ കുറെ സാധനങ്ങൾ, ടൊമാറ്റോസ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. നമ്മള് കൂടുതൽ ക്വാണ്ടിറ്റി ഒത്തിരി കിട്ടുന്നില്ലല്ലോ. എത്രയാണ് നമ്മുടെ യൂസേജ് അതിനനുസരിച്ചാണല്ലോ. സോ അങ്ങനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആണ്. ഈവൻ നമുക്ക് കിച്ചണിലല്ലാതെ നമ്മുടെ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചില പൗഡേഴ്സോ മസാലാസോ അങ്ങനത്തെ. എന്നുവെച്ചാൽ ഇതിന് ഇത്ര നമ്മൾ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. സോ ഇതാണ് എന്റെ അടുത്ത് വന്നത്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടച്ച് ഇങ്ങനെ വെക്കുന്ന നമ്മളിതില്ലേ, അതിന് വേണ്ടിട്ട് മേടിച്ചാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഷ് ചെയ്ത് വെക്കാനൊക്കെ കൂടി, വെജിറ്റബിൾസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് ജസ്റ്റ് നമ്മൾ വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം മേടിച്ചേക്കുന്നതാണ്. ഇത് വന്നിട്ട് 3 പീസ് ആണ്. ഇതിന്റെ ഒരു വലിയ പീസ് ഉണ്ട്, അതിനകത്തൊരു ചെറുത്, പിന്നെ ഒരു ചെറുത്. ഞാനിത് പൊട്ടിച്ചില്ല. ഇത് എനിക്ക് കിട്ടിയത് 99 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 300 റുപ്പീസ് ആണ്. ഇതും അല്ല, ഞാൻ മേടിച്ചാൽ പറഞ്ഞല്ലോ മൊത്തം പ്ലാസ്റ്റിക് ഐറ്റം തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഇത് ബോക്സസ് പോലത്തെയാണ്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യണോ? ഓക്കെ, ഇത് എനിക്കൊരു കോംബോ ഓഫറിന്റെ തന്നെ കിട്ടിയതാണ്. ഒരു വലിയ കണ്ടെയ്നറും അതിന്റെ കൂടെ ഒരു കുട്ടിക്ക കണ്ടെയ്നറും കൂടെ കിട്ടിയതാണ്. ഓക്കെ, ഈ കണ്ടെയ്നറിന്റെ പ്രൈസ് വന്നിട്ട് 99 ആണ്. ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 280 ആണ്. ചുമ്മാ രസം തോന്നിയപ്പോ ഞാൻ മേടിച്ചതാണ്. സോ ഇതും അതേപോലെ തന്നെ ഞാനൊരു അട്രാക്ഷൻ തോന്നിയപ്പോ മേടിച്ചാണ്. എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് വന്നിട്ട് ചെറിയ ചെറിയ കുട്ടിക്ക എന്തെങ്കിലും കിട്ടുക, എന്തിട്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന് നമുക്ക് ആസ് യൂഷ്വൽ കിച്ചണിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം. ഇത് നമുക്ക് നോർമലി എവിടെ വേണം, ഫ്രിഡ്ജിലോ എവിടെ വേണം വെക്കാം. ഓർഗനൈസറായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും ചുമ്മാ ഓഫർ പ്രൈസ് കണ്ടപ്പോ മേടിച്ച. ഇതും എനിക്ക് കിട്ടിയത് 99 ആണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 319 ആണ്. സോ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ മേടിച്ചു കൂട്ടും. അതാണ് മറ്റൊരു കാര്യം. സോ ഇതെല്ലാമായിരുന്നു എന്റെ പ്രൊഡക്ട്സ് വന്നിട്ട്. പ്രൊഡക്ട്സ് എന്നോ ഓർഗനൈസർ എന്നോ അങ്ങനെയൊക്കെ പറയാം. നമുക്ക് നോർമലി പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. സോ ഞാൻ പ്രൊഡക്ട്സ് ഈ കാണിച്ച പ്രൊഡക്ട്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്.
സോ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ പ്രൊഡക്ട്സ് പോയിട്ട് ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലേക്ക് പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.